ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇത്തരം അക്രമ സ്വഭാവം വളർന്നു ുന്നതിനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ വാണി ദേവി, ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആണ് നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ, ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ കാണുന്നത് സ്കൂളുകളിലാണ്. അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, സമയം ചിലവഴിക്കുന്നതും സ്കൂളുകളിൽ തന്നെയാണ്, വീട്ടുകാരോടൊപ്പം ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ. എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും ഇന്ന് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ കൂടുതലായി അവർക്ക് സംരക്ഷിക്കാൻ എന്നതിലുപരി അവരെ കൂടുതൽ കെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു പരാതി പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അധ്യാപകരെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അധ്യാപകർക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ പൂർണ്ണ അധികാരം ലഭിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യവും കൂടി ഇല്ലേ ഈ ഒരു ഘട്ടത്തിൽ? അധ്യാപകരുടെ കൂടെ കൂടുതൽ നേരം ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ പാരൻസിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ട്. ഇവിടെ രണ്ടിടത്തും ക്വാളിറ്റേറ്റീവായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് പ്രാധാന്യം. നേരം കൂടുതലുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, 8 മണിക്കൂറുണ്ട് അല്ലെങ്കിൽ 10 മണിക്കൂർ ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിലും എത്രത്തോളം ഈ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങൾക്കപ്പുറം കുട്ടികളുടെ ജീവിതത്തിലേക്ക് അധ്യാപകർക്കോ പാരൻസിനോ സമൂഹത്തിനോ ഇറങ്ങിച്ചെന്ന് ഇടപഴകാൻ കഴിയുന്നുണ്ട് എന്നുള്ള സ്ഥലത്ത് മാത്രമേ അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിനും ആറ്റിറ്റ്യൂഡ് ഫോർമേഷനും എല്ലാം ഈ കാര്യങ്ങളെല്ലാം സഹായിക്കുകയുള്ളൂ. അല്ലാതെ കുറേ നേരം അവിടെ ഉണ്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനെല്ലാം ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ഉള്ള അധികാരം മാത്രം കൊടുത്തതുകൊണ്ട് കാര്യമില്ല. അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവണം. കുട്ടികളുടെ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവരുടെ ചിന്താരീതികളെക്കുറിച്ചും അവരെങ്ങനെയാണ് മറ്റു സമയം ചെലവഴിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചും അവരുടെ കൂട്ടുകാരെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് ഗൈഡ് ചെയ്യാൻ മുതിർന്നവർക്ക് പറ്റണം. അത് അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും ഇവർക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു ശിക്ഷ എന്നുള്ള നിലയിലല്ല അതിനെ കാണേണ്ടുന്നത്. എത്രത്തോളം കുട്ടികളുമായി മാനസികമായി അടുപ്പം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇടപഴകാനും ക്വാളിറ്റേറ്റീവായിട്ട് ഓരോ കുട്ടികളുടെ അടുത്തും ഇടപഴകാൻ എത്ര അധ്യാപകർക്ക്, നമ്മൾ വളരെ വിരളമായി 2 or 3 അല്ലെങ്കിൽ വളരെ ചെറിയൊരു നമ്പർ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള വളരെ വലിയ ബോണ്ടിങ്ങും വർഷങ്ങൾക്ക് ശേഷം അവർ കുട്ടികളെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ കുട്ടികൾ അധ്യാപകരെ കാണുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ കുറിപ്പുകൾ എഴുതിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അധ്യാപകരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, റീൽസ് എടുക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു റീൽസിനപ്പുറത്തേക്ക് അവർ തമ്മിലൊരു ആത്മബന്ധം കൂടി അവിടെ ഉണ്ടാവേണ്ടുന്നത് ആവശ്യകത തന്നെയാണ്. ഇന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ആ ശബ്ദ സന്ദേശം നമ്മൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും. നിയമ സംവിധാനങ്ങളോട് പോലും ഒരു ഭയമില്ലാത്ത സമീപനമാണ് ആ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതികളെല്ലാം അഡ്വാൻസ്ഡ് ആണ് എന്ന് പറയുമ്പോഴും സമൂഹത്തോട് അല്ലെങ്കിൽ ചിലതിനോട് പോലും അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളോട് പോലും ഭയമില്ലാത്തൊരവസ്ഥ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. എന്താണ് അഡ്വാൻസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസത്തിൻ്റെ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്ന കുറേ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല. ഈ വിദ്യാർത്ഥികളെ വളരെ കുരുനിലേ മുതൽ 3 വയസ്സ് 4 വയസ്സും ഉള്ളപ്പോൾ മുതൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ട്രീമിലേക്ക് വന്ന് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന കുട്ടികളെ എങ്ങനെ ഒരു നല്ല അഡൾട്ടായിട്ട്, ഒരു നല്ല സിറ്റിസണായിട്ട്, പൗരബോധമുള്ളൊരു സിറ്റിസണായിട്ടും കൂടി മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കുറേ നോളജ് കുത്തി നിറച്ചത് കൊണ്ട് അത് വിദ്യാഭ്യാസമാവില്ല എന്നുള്ളതാണ്. പാഠഭാഗങ്ങൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഒരു 20 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ് ഒരു 10ാം ക്ലാസ്സുകാരനോ 12ാം ക്ലാസ്സുകാരനോ പഠിച്ചിരുന്ന പോർഷൻസ് ഒന്നുമല്ല ഇപ്പോൾ പഠിക്കുന്നത്. സയൻസ് വളരുന്നതിനനുസരിച്ചും കണ്ടുപിടുത്തങ്ങൾ കൂടുന്നതിനനുസരിച്ചും ധാരാളം പലപ്പോഴും കുട്ടികളുടെ അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള പാഠഭാരം കൂടുന്നു എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർക്ക് പഠിക്കാനുണ്ട്. ആ കാര്യത്തിലൊക്കെ അഡ്വാൻസ്ഡ് ആയിരിക്കാം. പക്ഷേ അങ്ങനെ പോകുന്ന പല സ്ഥലങ്ങളിലും ഈ പറയുന്ന വ്യക്തിബന്ധങ്ങളോ അവനവൻ്റെ എത്തിക്സിനെയോ മൊറാലിറ്റിയെയോ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചോ എങ്ങനെ ഇമോഷണൽ കൺട്രോൾ വരണം എന്നുള്ളതിനെക്കുറിച്ചോ ഒരു സോഷ്യൽ സർക്കിൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതോ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും, പ്രത്യേകിച്ച് ലൈഫ് സ്കിൽസ് ഒന്നും ട്രെയിൻഡ് ആവാനുള്ള അവസരങ്ങൾ ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യലും അല്ലെങ്കിൽ ഇന്ന് വരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കലും മാത്രമല്ല. റോബോട്ടിക്സും AI എല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലേക്കൊക്കെ എത്തി അവിടെയും ഇവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അവരൊരു മനുഷ്യനായിരിക്കണം.
അവരൊരു പൗരനായിരിക്കണം. ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തെ പൗരനായി മാറണം, പൗരബോധമുള്ള വ്യക്തിയാവണം. ഇതൊന്നുമില്ലാതെ കുറേ നോളജ് മാത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വിദ്യാഭ്യാസ രീതി അഡ്വാൻസ്ഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇന്ന് മൊബൈൽ ഗെയിംസ് കൂടുതലായി കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം അക്രമ സ്വഭാവം ഇവരിൽ ഉണ്ടാക്കുന്ന ചില ഗെയിമുകളെങ്കിലും ഇവർ കളിക്കുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ തന്നെ പരാതി പറയുമ്പോഴും അവരുടെ സ്ക്രീൻ സ്പേസ് കുറയ്ക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നതാണല്ലേ? സ്ക്രീൻ ടൈം കുട്ടികൾക്ക് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ രക്ഷിതാക്കളാണ്. കുട്ടികൾ പോയി സ്വന്തമായിട്ട് ഫോൺ എടുത്തു വെച്ച് ചെയ്യുന്നതല്ല. ഏറ്റവും ചെറിയ പ്രായത്തിൽ പോലും അവരെ ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചിട്ടോ അവരെ കൊണ്ട് കഴിക്കാൻ പറ്റാത്ത ആഹാരം പാരൻസിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെയാണ് പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് സ്ക്രീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളെന്ന് പറയുന്നത് പലപ്പോഴും ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചും അഡൽട്സിനെ അനുകരിക്കും. അപ്പോൾ വീട്ടിലുള്ള പാരൻസ് കൂടുതൽ നേരം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികൾ കാണുന്നതെങ്കിൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാറ്റസ് സിമ്പലാണ്. അവർ റോൾ പ്ലേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഏറ്റവും യോഗ്യരായ മനുഷ്യർ എന്നുള്ള നിലയിൽ മൊബൈൽ അവരുടെ കൈയുടെ ഒരു ഭാഗമായി മാറണം എന്നുള്ള നിലയിലാണ് കുട്ടികൾ ചിന്തിക്കുക. അപ്പോൾ അവർ സ്വാഭാവികമായും മൊബൈൽ ഡിമാൻഡ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് മോഡൽ ചെയ്ത് കൊടുക്കുന്നോ അതായിരിക്കും കുട്ടികൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ പാട്ട് കേൾക്കട്ടെ എന്നായിരിക്കാം, പക്ഷേ സ്വാഭാവികമായും കുട്ടികൾ പെട്ടെന്ന് ടെക്നോളജി പഠിക്കും. അവരവിടെ നിന്ന് ജമ്പ് ചെയ്ത് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകും. അതിനകത്ത് ഈ പറയുന്ന വയലൻസ് ഉൾപ്പെടുന്ന ഗെയിംസ് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മൊബൈലിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ കുട്ടികൾ കാണുന്ന കാർട്ടൂൺസിനകത്ത് പോലും ഇന്ന് ഉപയോഗിക്കുന്ന പല വാക്കുകളും അല്ലെങ്കിൽ കണ്ടൻറ്റുകളിനകത്തും വയലൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറേയില്ല. കൊച്ചു കുട്ടികൾ കാണുന്ന കാർട്ടൂണാണ്. അവിടെ പോലും ഒരാൾ വന്ന് അടിച്ചിട്ട് പോയാൽ തിരിച്ച് മറ്റേ ക്യാരക്ടർ പറയുന്നത് നിന്നെ ഞാൻ കൊല്ലുമടാ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ട് വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഇതെല്ലാം നോർമലൈസ്ഡ് ആണ്. നമുക്കിതെല്ലാം പറയാം, ഇങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ള ചിന്ത ഡെവലപ്പ് ചെയ്ത് വരും. ഒരു കാര്യം. രണ്ട്, സ്ക്രീൻ ടൈം വളരെയധികം കൂടുതലായി സ്ക്രീനിലേക്ക് ഗ്ലൂ ചെയ്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സോഷ്യൽ സ്കിൽസ്, അത് മറ്റുള്ള ആൾക്കാരുമായി ഇടപഴകാനുള്ള സ്കിൽസ് കുറവായിരിക്കും. കാര്യം അവരെപ്പോഴും കാണുന്നത് ഈ വൺ വേ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം വേറൊരു വ്യക്തിയെ എങ്ങനെ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ ഉള്ളതിനകത്ത് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ വരും. നമുക്കറിയാം, സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്ക്രീനിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർ ദേഷ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തിൻ്റെ കുഴപ്പമാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, ഇപ്പം എടുത്തതല്ലേ ഉള്ളൂ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നത് കാണാം. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞതെല്ലാം മൈൽഡർ ഫോംസ് ആണ്. ഇതിനേക്കാട്ടിലും അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. നമ്മൾ സ്ക്രീൻ പിടിച്ച് വാങ്ങിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധനങ്ങൾ നശിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ബിഹേവിയേഴ്സ് കുട്ടികളിലുണ്ടാവും. കാര്യം അവിടെ അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണ്, അവരുടെ ഇമോഷണൽ കൺട്രോൾ കുറവാണ്. അപ്പോൾ അവർ കാണുന്നത് വയലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർ നോർമലായിട്ടുള്ള പാട്ടുകളും റീൽസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും അതിലേക്ക് മാത്രം അവരുടെ ശ്രദ്ധയുള്ള സമയത്താണെങ്കിൽ പോലും അവരെ നമ്മൾ ഇതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഇമോഷണൽ കൺട്രോൾ ഇല്ലായ്മ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് സാധാരണ പണ്ട് നമ്മൾ പറയാറുള്ളത് കണ്ണിന് കേടാണ്, അതുകൊണ്ട് ടി വി കാണരുത് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ കണ്ണിന് മാത്രമല്ല, കണ്ണ് മുതൽ നമ്മുടെ ബ്രെയിൻ വരെയുള്ള പല ഓർഗൻസിനെയും അത് അഫക്റ്റ് ചെയ്യും. പോസ്ചറൽ ഡിഫിക്കൽട്ടീസ് വരും. റോങ് പോസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൂടുതൽ നേരം ഇരിക്കുന്നതിൻ്റേതായിട്ടുള്ള ജോയിൻറ്റ് ഇഷ്യൂസ് വരും. സോഷ്യലൈസേഷൻ ഇഷ്യൂസ് വരും. നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ വ്യത്യാസം വരും. റിലേഷൻഷിപ്സിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. കാര്യം വേറെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഞാനും എൻ്റെ സ്ക്രീനും മാത്രം മതി. പലപ്പോഴും പേരൻസ് പറയുന്നത് വീട്ടിലൊരാൾ വന്നാൽ പോലും കുട്ടി പുറത്തേക്ക് ഇറങ്ങി വരില്ല, റൂമിൽ തന്നെയാണ്, വന്നു കഴിഞ്ഞാലും റൂമിൽ തന്നെയാണ്, പുറത്തേക്ക് വരുന്നില്ല. എവിടെയാണ് ഇൻ്ററാക്ഷൻ നടക്കുക, എങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ മനസ്സിലുള്ള വ്യവഹാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക? അപ്പം ഇതെല്ലാം സ്ക്രീൻ ടൈം കൂടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ശരി, അതോടൊപ്പം തന്നെ നമുക്ക് സ്ക്രീൻ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല ഒരു മേഖലയെക്കുറിച്ച്. സിനിമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇന്ന് കേട്ടുവരുന്നത് ഇന്നത്തെ സിനിമയിലെ വയലൻസ് ആണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് എന്നൊരു പല്ലവിയുണ്ട്. പക്ഷേ പണ്ട് കാലത്തും സിനിമകൾ ഉണ്ടായിരുന്നു, സിനിമയിൽ വയലൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയിൽ അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാർത്ഥികളിൽ മാത്രം ഇത്രത്തോളം സിനിമയിലെ വയലൻസ് ഇൻഫ്ലുവൻസ് ആകുന്നത് എങ്ങനെയാണ്?
വയലൻസ് എക്കാലത്തും ഉണ്ടായിരുന്നു, വയലൻസ് ചിത്രീകരിച്ചിരുന്നു, വയലൻസ് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നു, കാണിച്ചിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമ്മളൊന്ന് പല പഴയ സിനിമകൾ, മലയാള സിനിമകളെ മാത്രം എടുത്ത് നോക്കാം. മലയാള സിനിമകൾ മാത്രമൊന്നുമല്ല നമ്മുടെ കുട്ടികൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറ മലയാള സിനിമയേക്കാൾ കൂടുതൽ മറ്റ് ഭാഷാ ചിത്രങ്ങളാണ് കാണുന്നത്, കൂടുതൽ ഇംഗ്ലീഷ് സിനിമകളും അങ്ങനത്തെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ എന്നാൽ പോലും മലയാള സിനിമയിൽ തന്നെ വന്ന വ്യത്യാസം നോക്കിയാൽ പണ്ട് കാലത്ത് ഈ പറയുന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സിനിമകൾ നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇതുപോലെയുള്ള സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. റാഗിങ് നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആ റാഗിങ്ങിന് വിധേയയായ വ്യക്തി മരിക്കുന്നു, അതിനുശേഷം ആ റാഗിങ് ചെയ്ത വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അതായത് ഒരു തെറ്റ് ചെയ്ത വ്യക്തി എന്തുമാത്രം ഇമോഷണൽ ട്രോമയിലൂടെ പിന്നീട് കടന്നു പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ ഇന്ന് വരുന്ന സിനിമകളിൽ ഒരാളെ എങ്ങനെ എത്ര ക്രൂരമായി ഉപദ്രവിക്കാം എന്നുള്ളതിൻ്റെ ചിത്രീകരണമാണ് കാണിക്കുന്നത്. എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ ഈ വിഷ്വലൈസേഷൻ്റെ രീതിയിൽ വ്യത്യാസം വന്നു. ഒരാളെ അടിച്ചു എന്നുള്ളതിനൊരു സൗണ്ട് ഇഫക്റ്റ് മാത്രം കൊടുത്തിരുന്ന സ്ഥലത്ത് സൗണ്ട് ഇഫക്റ്റ് കൊടുക്കുകയും അടി കൊണ്ടയാൾ വീണ് കിടക്കുകയും ചെയ്യുന്നത് മാത്രം കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്നത്തെ സിനിമകൾ നോക്കിയാൽ എങ്ങനെയാണ് ആ അടിക്കുന്നതെന്നുള്ളതിൻ്റെ പ്രോസസ്സ് മുഴുവൻ കാണിക്കുകയാണ്. ഒരു വ്യക്തിയെ കൊന്നു എന്ന് കാണിക്കുമ്പോൾ ഒരു പക്ഷേ പണ്ടത്തെ സിനിമകളിലോ അല്ലെങ്കിൽ ചിത്രീകരിച്ചിരുന്ന കാര്യങ്ങളിലോ കൊല്ലാൻ തയ്യാറെടുക്കുന്നതും അത് കഴിഞ്ഞാൽ അയാളുടെ ബോഡി കിടക്കുന്നതുമായിരിക്കും കാണിക്കുക. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പ്ലാനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. പല സിനിമകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുകയാണ്. എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഒരാളെ കൊല്ലാൻ പറ്റുക, എങ്ങനെയാണ് ഉപദ്രവിക്കാൻ പറ്റുക, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരുപാട് ഐഡിയാസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകളിൽ നിന്ന് നമ്മൾ ഒന്നും പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ. ഇതിനൊരു എതിർവാദഗതിയുണ്ട്. ഈ സിനിമയിൽ നിന്ന് മോശം കാര്യങ്ങൾ പഠിക്കുന്നു എങ്കിൽ അതേപോലെ സിനിമയിൽ നിന്ന് പഠിച്ച നല്ല കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണണ്ടേ എന്ന്. പക്ഷേ നല്ല കാര്യങ്ങൾ പലപ്പോഴും സമൂഹത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ മറ്റൊരാൾ അംഗീകരിക്കാൻ ഒരുപാട് കാലതാമസം എടുക്കും. ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാനൊരു നല്ല കാര്യം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാലും അതിനെക്കുറിച്ച് ആൾക്കാർ പറയാനോ അല്ലെങ്കിൽ ഇന്നതുപോലെ ഉണ്ടായി എന്ന് പറയാനോ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം ഞാനൊരു മോശം പ്രവൃത്തി ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് കാട്ടുതീ പോലെ പടരും, മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് അത് പെട്ടെന്ന് എത്തും. സ്വാഭാവികമായും മോശം കാര്യങ്ങൾക്ക് തന്നെയാണ് പബ്ലിസിറ്റി കൂടുന്നത്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ എത്ര ചർച്ച ചെയ്യുന്നുണ്ട്? അതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളല്ലേ. അപ്പോൾ ഈ പറയുന്ന നല്ലതൊന്നും പുറത്ത് വരുന്നില്ലല്ലോ. ഇൻഫ്ലുവൻസ് ചെയ്യുന്നെങ്കിൽ നല്ലതും ഇൻഫ്ലുവൻസ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ നല്ലത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇൻഫ്ലുവൻസ് ആണ് അവിടെ പ്രാധാന്യം. അത് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ മോശം രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ എന്നുള്ളത് നമ്മൾ കാണുന്ന സിനിമകളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇത് സിനിമയ്ക്ക് മാത്രമാണോ ഇതിനകത്ത് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അല്ല. എല്ലാ മീഡിയാസിനും ഉണ്ട്. സിനിമയ്ക്കൊക്കെ ഈ പറയുന്ന പോലെ ഒരു പരിധിവരെ എവിടെയെങ്കിലും ഒരു സെൻസർ കട്ടോ സെൻസർ ബോർഡോ ഒക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായാണോ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഉള്ളത് വേറെ ചോദ്യമാണ്. പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇന്ന് കാണുന്ന എന്ത് വീഡിയോസും എന്ത് കാര്യങ്ങളും ഏത് എക്സ്റ്റെൻറ്റിലും ആരിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. ഇതിനൊന്നും ഒരു നിയന്ത്രണവുമില്ല. അവിടെ ഫാക്ട്സ് ഉണ്ടാവാം, ഫാക്റ്റ് അല്ലാത്ത കാര്യങ്ങളുണ്ടാവാം, ടോട്ടലി ഫേക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, ഹാഫ് ഫാക്ട്സ് ഉണ്ടാവാം. ഇതൊക്കെ വായിക്കുന്ന ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വരുന്നത്. അപ്പോൾ സിനിമ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്, അതിനൊരു ബിസിനസ് മേഖലയാണ്, അതൊരു എൻ്റർടൈൻമെൻറ്റ് മീഡിയയാണ്. എല്ലാ സിനിമയും മെസ്സേജ് കൊടുത്തോളണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും സിനിമ അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്ന ഒരു പുസ്തകം മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും എത്രയോ മടങ്ങ് കൂടുതൽ നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഇതിലെ നെല്ലും പതിരും ഒക്കെ തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ തിരിച്ചെടുക്കുന്നതും ഇത് കാണുന്ന വ്യക്തിയുടെ വൾനറബിലിറ്റിയും പേഴ്സണാലിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക.